ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മളങ്ങനെ ഒരു പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് അപ്പോൾ നമ്മളങ്ങനെ ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മസ്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര സിഫ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിലോട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ സിഫ ബീച്ചിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ എന്തായാലും നല്ലൊരു പെരുന്നാളാവട്ടെ എല്ലാവർക്കും. നമ്മളെ കൂടെ ഒരു 3-4 പേരുണ്ട്, ഞാൻ ആൾക്കാർക്കൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ ഗഡി. ആളെ പേര് ഫർഹാൻ. നമ്മളെ വ്ളോഗിൽ ആദ്യമായിട്ടാണല്ലേ? മുന്നേ ഒന്നുമില്ല, ഇല്ലില്ല. അപ്പോൾ എന്താണ്, എങ്ങനെയുണ്ട് പെരുന്നാൾ? അടിച്ചു പൊളിക്കാം. മനോട്ട് വരെ അതൊരു ഈദാശംസ വരാനായിട്ട് മനോട്ട് എല്ലാവർക്കും. അതെ, അപ്പൊ പോയിട്ട് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും പോയേക്കാം നമുക്ക്. ഇതാ നമ്മളെ ഡ്രൈവർ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ സേഫായി എത്തിക്കണം, നമുക്ക് അടിപൊളിയാക്കാം. അപ്പൊ എന്തായാലും ബാക്കി ആൾക്കാർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, അവരൊക്കെ വരട്ടെ. നമ്മൾ ഏതൊരു ട്രിപ്പ് പോകുമ്പോഴും ഒരുത്തനെ നമ്മളെ പോസ്റ്റ് ആക്കും, ഒരുത്തനെ നമ്മളെ ലേറ്റ് ആക്കും, ആ ഒരുത്തനെ കാണിക്കാൻ പോകും. അതിന്റെ മുന്നായിട്ട് നമ്മളെ അടുത്ത ഒരു ടീം മിസ്റ്റർ ജുനൈദ്. എന്താണ് എല്ലാ വിശേഷങ്ങൾ? എത്തല്ലേ നമ്മ ക്യാമറ ഓക്കെ. എന്തായാലും ജുനൈദ് ഫോണിൽ എന്തൊക്കെയോ പരിപാടിയിലാണ്, നമുക്ക് മറ്റവനെ പോയി വിളിക്കാം. ഇതാണ് ആ ഒരുത്തൻ. എപ്പോൾ നമ്മൾ എവിടെ പോകാൻ ഉദ്ദേശിച്ചിറങ്ങിയാലും ലേറ്റ് ആക്കുന്ന ഒരുത്തൻ. എല്ലാ ഗാങ്ങിലും ഉണ്ടാവും ഒരുത്തൻ, നമ്മളെ ഗാങ്ങിൽ ഇവരാണത്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ, അതാണ് നമ്മൾ പോകുന്ന വണ്ടി. നമ്മൾ ഫുഡ് വാങ്ങിയിട്ടുണ്ട്, ഫുഡിൻ്റെ കയ്യിൽ. പിന്നെ കുറച്ച് ബീച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. എന്തായാലും ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി കയറി യാത്ര തുടങ്ങണം അല്ലേ? പറയാൻ പോയി എന്താണ് ബിസ്മി ചൊല്ലി തുടങ്ങിക്കോളി. എന്താണ് മോസിൻ? എല്ലാം സെറ്റാണ് ഗൈസ്. പെരുന്നാളായിട്ട് എന്തെങ്കിലും ഒരു പെരുന്നാളായിട്ട് എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. നമ്മുടെ അപ്പൊ എന്തായാലും നമ്മൾ ഈ 4 ആള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര അല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഈ ബാക്കി 3 പേര് ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റ് കുറച്ച് ഡ്രിങ്ക്സും സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടി ഒന്ന് ഇവിടെ ഒരു ചെറിയൊരു വില്ലേജ് നിർത്തിയാണ്. ഏത് വില്ലേജ് എന്ന് അറിയില്ല, പക്ഷേ സ്ഥലം നോക്കിയാൽ മനസ്സിലാവും. 4 സൈഡും മലകളാണ്. 4 സൈഡും മലകൾ മാത്രമല്ല, ഇവിടെ വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് വീടും ഒരു ഗ്രോസറി ഷോപ്പും ഒരു കോഫി ഷോപ്പും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് സ്നാക്സും കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച നമ്മളെ സ്ഥലത്തോട്ട് പോകാം, സിഫ ബീച്ച്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം സിഫ ബീച്ചിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി ഭക്ഷണം കഴിക്കലാണ്. ഭക്ഷണം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബീച്ചിന് തൊട്ടിപ്പുറത്ത് കുറച്ച് മാറിയിട്ട് ഒരു ലൊക്കേഷൻ, നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം നമ്മൾ ഈ സിഫ ബീച്ചിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, ഒരു സൈഡിൽ ബീച്ചാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് വലിയ മലനിരകളാണ്. നമ്മൾ നാട്ടിൽ ഇടുക്കിയിലും വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പോലെ വലിയ മലനിരകളും അതിന് മുകളിൽ കോടമഞ്ഞ് പോലും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ട് നേരെ ബീച്ചിലിറങ്ങി കുളിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് സിഫ ബീച്ച് ഇത്രയും ഫേമസ് ആവുന്നതും ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ വരുന്നതും.
എന്താ പറയാ ബീച്ച് അല്ലേ, സിഫ ബീച്ച്. നമ്മുടെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്താണ് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഉള്ള കുറേ ഷെഡുകളുണ്ട് ഇതുപോലുള്ള. ഒന്നുകൂടെ കാണാം, ഒന്ന് അപ്പുറത്തുണ്ട്, ഒന്ന് ഇതിൻ്റെ ബാക്കിലുണ്ട്. എന്തായാലും വരുന്നത് ബീച്ചിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല തിരക്ക്. പക്ഷേ അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പീസ്ഫുള്ളായിട്ട് നമുക്ക് കുളിക്കാനും റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബീച്ചിലിറങ്ങി നേരെ കുളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും മസ്കറ്റിലുള്ളവർ തീർച്ചയായും, ഒമാനിലുള്ളവർ മസ്കറ്റിലുള്ളവർ തീർച്ചയായും വന്നിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് സിഫ ബീച്ച്. സിഫ ബീച്ച് മറ്റ് ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ ബീച്ചിലിറങ്ങി കുളിക്കുമ്പം നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് വലിയ മലനിരകളാണ് ഫ്രണ്ടിൽ. അത് വേറെ ഏത് ബീച്ചിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും മസ്കറ്റിലുള്ളവർ, ഒമാനിലുള്ളവർ തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് സിഫ ബീച്ച്. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സിഫ ബീച്ചിൻ്റെ കാഴ്ചകളും കണ്ട് നേരെ തിരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, സിഫ ബീച്ചിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ എന്തായാലും ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ എടുത്തൊരു വ്ളോഗാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്സ്.